അധ്യായം 26 ക്രിയായോഗശാസ്ത്രം. ഈ പുസ്തകത്തിൽ കൂടെ പരാമർശിച്ചിട്ടുള്ള ക്രിയായോഗശാസ്ത്രം ആധുനിക ഭാരതത്തിൽ പരക്കെ അറിയപ്പെടാൻ കാരണഭൂതൻ എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ ലാഹിരി മഹാശയനാണ്. ക്രിയയുടെ സംസ്കൃത ധാതു ക്രി എന്നാൽ ചെയ്യുക, പ്രവർത്തിക്കുകയും പ്രതിപ്രവർത്തിക്കുകയും ചെയ്യുക എന്നർത്ഥം. കാര്യകാരണങ്ങളുടെ സ്വാഭാവിക സിദ്ധാന്തമായ കർമ്മം എന്ന വാക്കിലും ഇതേ ധാതു കാണാം. അങ്ങനെ ക്രിയായോഗം ഒരു പ്രത്യേക ക്രിയയിലൂടെ അഥവാ അനുഷ്ഠാനത്തിലൂടെ ഈശ്വരനുമായുള്ള ഐക്യം, യോഗം നേടൽ ആണ്. ഈ മാർഗം ഉത്തമ വിശ്വാസത്തോടെ പരിശീലിക്കുന്ന ഒരു യോഗി കർമ്മം അഥവാ കാര്യകാരണ സന്തുലന വ്യവസ്ഥയുടെ നിയമാധിഷ്ഠിതമായ ശൃംഖലയിൽ നിന്ന് ക്രമേണ മുക്തനായിത്തീരുന്നു. പ്രാചീനമായ ചില യോഗശാസ്ത്ര നിബന്ധനകൾ കാരണം പൊതുജനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിൽ ക്രിയായോഗത്തിൻ്റെ പൂർണ്ണ വിശദീകരണം എനിക്ക് നൽകാൻ കഴിയുകയില്ല. യഥാർത്ഥ ക്രിയായോഗവിദ്യ യോഗദ സത്സംഗ സൊസൈറ്റി അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് അധികാരപ്പെടുത്തിയ ഒരു ക്രിയാവാൻ അഥവാ ക്രിയായോഗിയിൽ നിന്ന് പരിശീലിക്കേണ്ടതാണ്. ഇവിടെ ഒരു പൊതുപരാമർശം മതിയാകും. മനുഷ്യരക്തത്തെ അങ്കാരവിമുക്തമാക്കുകയും പ്രാണവായുവിനാൽ പുനർപൂരിതമാക്കുകയും ചെയ്യുന്ന ഒരു ലളിതമായ മനകായിക പദ്ധതിയാണ് ക്രിയായോഗം. അധികരിച്ച ഈ പ്രാണവായുവിൻ്റെ പരമാണുക്കൾ മസ്തിഷ്കത്തെയും സുഷുമ്നാ കേന്ദ്രങ്ങളെയും നവചൈതന്യവത്താക്കുന്നതിന് പ്രാണശക്തിയായി രൂപാന്തരപ്പെടുന്നു. അശുദ്ധരക്തത്തിൻ്റെ വർധനവ് തടയുന്നതുവഴി ശരീരകലകളുടെ ജീർണനം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാൻ യോഗിക്ക് കഴിയുന്നു. പൂർണ്ണത പ്രാപിച്ച യോഗി തൻ്റെ ശരീരകോശങ്ങളെ ഊർജമായി പുനരാവിഷ്കരിക്കുന്നു. ഇച്ഛാനുസരണം സ്വന്തം ശരീരത്തെ ആവിർഭവിപ്പിക്കുകയും വിലയിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്ന എലീജയും യേശുവും കബീറും മറ്റു പ്രവാചകന്മാരും ക്രിയായോഗത്തിലോ അതുപോലുള്ള ഒരു ചര്യയിലോ തികഞ്ഞ വൈദഗ്ധ്യം നേടിയവരായിരുന്നു. ക്രിയ ഒരു പ്രാചീന ശാസ്ത്രമാണ്. ലാഹിരി മഹാശയന് ഇത് ലഭിച്ചത് തൻ്റെ മഹാനായ ഗുരുനാഥൻ ബാബാജിയിൽ നിന്നാണ്. വിസ്മൃതിയുടെ അന്ധകാരത്തിൽ ആണ്ടുപോയ ഈ യോഗവിദ്യ പുനരാവിഷ്കരിക്കുകയും സ്പഷ്ടീകരിക്കുകയും ചെയ്ത ബാബാജി അതിനെ ക്രിയായോഗം എന്ന് സരളമായി പുനർനാമകരണം ചെയ്തു. ഈ 19-ാം നൂറ്റാണ്ടിൽ ഞാൻ നിന്നിലൂടെ ലോകത്തിന് നൽകുന്ന ക്രിയായോഗം പരസഹസ്രം സംവത്സരങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ അർജുനന് നൽകിയ അതേ ശാസ്ത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ്. ഇതേ ശാസ്ത്രം പിന്നീട് പതഞ്ജലിക്കും ക്രിസ്തുദേവനും വിശുദ്ധ യോഹന്നാനും വിശുദ്ധ പൗലോസിനും മറ്റു ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു. ബാബാജി ലാഹിരി മഹാശയനോട് പറഞ്ഞു. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ക്രിയായോഗത്തെ 2 പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്. ഒരു ശ്ലോകം ഇങ്ങനെയാണ്: പ്രാണന്റെയും അപാനന്റെയും ഗതികളെ തടഞ്ഞിട്ട് അപാനനിൽ പ്രാണനെയും പ്രാണനിൽ അപാനനെയും ഹോമിക്കുന്ന യോഗി ഇവ രണ്ടിനെയും നിർവീര്യമാക്കുന്നു. അങ്ങനെ അദ്ദേഹം പ്രാണനെ ഹൃദയത്തിൽ നിന്ന് മോചിപ്പിക്കുകയും പ്രാണശക്തിയെ തൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വ്യാഖ്യാനം: ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനത്തെ ശാന്തമാക്കുക വഴി പ്രാണശക്തി കൂടുതൽ സഞ്ചയിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ വിനാശനത്തിന് യോഗി വിരാമമിടുന്നു. അപാനൻ്റെ നിയന്ത്രണത്താൽ ശരീരത്തിലെ വളർച്ചയുടെ വ്യതിയാനങ്ങളെ അദ്ദേഹം തടയുന്നു. അങ്ങനെ വിനാശവും വളർച്ചയും സമതുലിതമാക്കിക്കൊണ്ട് യോഗി പ്രാണശക്തിയുടെ നിയന്ത്രണം വശമാക്കുന്നു. ഗീതയിലെ മറ്റൊരു ശ്ലോകം പ്രസ്താവിക്കുന്നു: ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി കേന്ദ്രീകരിച്ചുകൊണ്ടും നാസാദ്വാരങ്ങളിലും ശ്വാസകോശങ്ങളിലും സഞ്ചരിക്കുന്ന പ്രാണാപാന പ്രവാഹങ്ങളെ സമമാക്കിക്കൊണ്ടും ബാഹ്യവിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ പിൻവലിക്കുകയും തൻ്റെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും നിയന്ത്രണവിധേയമാക്കുകയും ആഗ്രഹം, ഭയം, കോപം ഇവ വെടിയുകയും ചെയ്യാൻ കഴിയുന്ന മോക്ഷം തേടുന്ന ആ ധ്യാന വിചക്ഷണൻ ശാശ്വതമായി വിമോചിതനാകുന്നു. കഴിഞ്ഞ ഒരു ജന്മത്തിൽ താൻ തന്നെയാണ് അവിനാശിയായ യോഗവിദ്യ പ്രാചീനകാലത്തെ ഒരു ജ്ഞാനിയായ വിവസ്വാന് ഉപദേശിച്ചതെന്നും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. വിവസ്വാൻ സ്മൃതികാരനായ മനുവിനും
മനു ഭാരതത്തിലെ സൂര്യവംശസ്ഥാപകനായ ഇക്ഷ്വാകുവിനും ഇത് ഉപദേശിച്ചു. ഇങ്ങനെ ഒരാളിൽ നിന്ന് അടുത്തയാളിലേക്ക് പകർന്ന ഈ രാജയോഗം ഭൗതികവാദ യുഗത്തിൻ്റെ ആവിർഭാവം വരെ ഋഷീശ്വരന്മാർ കാത്തുസൂക്ഷിച്ചു. അപ്പോൾ പുരോഹിതന്മാരുടെ രഹസ്യരീതികളും ആളുകളുടെ അനാസ്ഥയും കാരണം വിശുദ്ധമായ ഈ ജ്ഞാനം ക്രമേണ അപ്രാപ്യമായി തീർന്നു. ശരീരത്തിൻ്റെ ശിക്ഷണം, മനസ്സിൻ്റെ നിയന്ത്രണം, ഓംകാരധ്യാനം എന്നിവ അടങ്ങിയതാണ് ക്രിയായോഗം എന്ന് പ്രാചീനകാലത്തെ യോഗശാസ്ത്രത്തിൻ്റെ പ്രമുഖ പ്രണേതാവ് പതഞ്ജലി മഹർഷി എഴുതി. അദ്ദേഹം ക്രിയായോഗത്തെ 2 പ്രാവശ്യം പരാമർശിക്കുന്നുണ്ട്. ധ്യാനവേളയിൽ കേൾക്കുന്ന ഓംകാരത്തിൻ്റെ യഥാർത്ഥ പ്രപഞ്ചധ്വനിയാണ് ഈശ്വരനെന്ന് പതഞ്ജലി പറയുന്നു. ഓം ആണ് സൃഷ്ടിയുടെ വചനം, സ്പന്ദനയന്ത്രത്തിൻ്റെ മുരൾച്ച, ദൈവിക സാന്നിധ്യത്തിൻ്റെ സാക്ഷി. വിശ്വസ്തനും യഥാർത്ഥ സാക്ഷിയും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആരംഭവുമായ ആമേൻ്റെ വാക്കുകൾ. വെളിപാട് അധ്യായം 3 വാക്യം 14 ബൈബിൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം. എല്ലാം അവൻ വഴി ഉണ്ടായി. വചനം അഥവാ ഓം. ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. യോഹന്നാൻ അധ്യായം 1 വാക്യം 13 ബൈബിൾ. വേദങ്ങളിലെ ഓം, ടിബറ്റുകാരുടെ പവിത്ര ശബ്ദമായ ഹൂം, മുസ്ലിങ്ങളുടെ അമീൻ, ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, യഹൂദന്മാർ, ക്രിസ്ത്യാനികൾ എന്നിവരുടെ ആമേൻ എന്നിവയായി. ഹീബ്രുവിൽ അതിൻ്റെ അർത്ഥം തീർച്ചയായ, വിശ്വസ്തനായ എന്നാണ്. യോഗവിദ്യയിലെ തുടക്കക്കാരന് പോലും ഓംകാരത്തിൻ്റെ വിസ്മയകരമായ ശബ്ദം കാലവിളംബം കൂടാതെ തന്നെ കേൾക്കാൻ കഴിഞ്ഞേക്കും. ആ ആനന്ദകരമായ ആത്മീയ പ്രോത്സാഹനത്തിലൂടെ താൻ ദൈവിക തലങ്ങളുമായി താദാത്മ്യത്തിലെത്തുകയാണെന്ന് അയാൾക്ക് ബോധ്യം വരുന്നു. തൻ്റെ 2ാമത്തെ പരാമർശത്തിൽ പതഞ്ജലി ക്രിയാവിദ്യ അഥവാ പ്രാണനിയന്ത്രണത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നു. ശ്വാസത്തിൻ്റെയും ഉച്ഛ്വാസത്തിൻ്റെയും ഗതിയുടെ വിഘടനം കൊണ്ട് സാധ്യമാകുന്ന പ്രാണായാമത്താൽ മുക്തി നേടാൻ കഴിയും. ഇന്ദ്രിയങ്ങളിലേക്കും ഇന്ദ്രിയങ്ങളിൽ നിന്നും പ്രാണനെ പ്രവഹിപ്പിക്കാൻ സാധിച്ചിരുന്ന ക്രിയായോഗമോ ഒരു തത്തുല്യവിദ്യയോ വിശുദ്ധ പൗലോസിന് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു, നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ എനിക്കുള്ള ഹർഷാനുഭൂതിയിൽ ഞാൻ നിത്യേന മരിക്കുന്നു. സാധാരണഗതിയിൽ വെളിയിലേക്ക് മാത്രം നിയോഗിക്കപ്പെടുന്ന ഇന്ദ്രിയഗോചരമായ ലോകത്തിന് യാഥാർത്ഥ്യത്തിൻ്റെ തോന്നലേകുന്ന സമസ്ത ശാരീരിക ജീവശക്തിയെയും ഉള്ളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ഉപായത്തിലൂടെ വിശുദ്ധ പൗലോസ് ക്രിസ്തുബോധത്തിൻ്റെ നിർവൃതിയോടെയുള്ള ഒരു യഥാർത്ഥ സംഗമം നിത്യേന അനുഭവിച്ചിരുന്നു. ആ മുഗ്ധാവസ്ഥയിൽ താൻ ഇന്ദ്രിയ വ്യാമോഹങ്ങൾക്ക്, അതായത് മായയുടെ ലോകത്തിന് മൃതപ്രായനായി അഥവാ അവയിൽ നിന്ന് സ്വതന്ത്രനായി തീരുന്നതായി അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. ഈശ്വര താദാത്മ്യത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സവികൽപ്പ സമാധിയിൽ സാധകന്റെ ബോധം പരമാത്മാവിൽ ലയിക്കുന്നു. പ്രാണൻ ശരീരത്തിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നതിനാൽ ശരീരം മരിച്ചതുപോലെ നിശ്ചലവും അയവില്ലാത്തതുമായി കാണപ്പെടുന്നു. താൽക്കാലികമായി പ്രജ്ഞാഹീനമാക്കപ്പെട്ട തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെപ്പറ്റി യോഗിക്ക് പൂർണ്ണ ബോധ്യമുണ്ടാവും. എന്നിരുന്നാലും കുറേക്കൂടി ഉയർന്ന ആത്മീയ അവസ്ഥയിലേക്ക്, നിർവികൽപ്പ സമാധിയിലേക്ക് പുരോഗമിക്കുമ്പോൾ ശരീരം നിശ്ചലമാകാതെ തന്നെ അദ്ദേഹം ഈശ്വരനുമായി താദാത്മ്യം പ്രാപിക്കുന്നു. സാധാരണ ജാഗ്രതാവസ്ഥയിലും ജീവിതത്തിലെ ശ്രമമേറിയ കർത്തവ്യങ്ങളുടെ നടുവിൽ പോലും. മനുഷ്യപരിണാമം ത്വരിതപ്പെടുത്തുവാൻ ഉതകുന്ന ഒരു ഉപായമാണ് ക്രിയായോഗം. ശ്രീ യുക്തേശ്വരൻ തൻ്റെ വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. പ്രപഞ്ചബോധരഹസ്യം ശ്വാസോച്ഛ്വാസ നിയന്ത്രണവുമായി ഗാഠമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രാചീന യോഗികൾ കണ്ടുപിടിച്ചിരുന്നു. ഇതാണ് ലോകജ്ഞാന ഭണ്ഡാരത്തിന് ഭാരതത്തിൻ്റെ അതുല്യവും അനശ്വരവുമായ സംഭാവന. സാധാരണഗതിയിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നിലനിർത്തുന്നതിൽ പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്ന പ്രാണശക്തിയെ ശ്വാസത്തിൻ്റെ അന്തമില്ലാത്ത ആവശ്യങ്ങളെ ശമിപ്പിക്കുവാനും പ്രശാന്തമാക്കുവാനും കഴിയുന്ന ഒരു മാർഗത്താൽ വിമോചിപ്പിച്ച് ഉയർന്ന തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾക്കായി അത് സ്വതന്ത്രമാക്കപ്പെടണം.
പ്രതീകാത്മകമായ വിരാട് പുരുഷന്റെ രാശിചക്രത്തിലെ 12 രാശികൾക്ക് സമാനമായ 6 സുഷുമ്നാ കേന്ദ്രങ്ങൾ മൂലാധാര, സ്വാധിഷ്ഠാന, മണിപുര, അനാഹത, വിശുദ്ധ, ആജ്ഞാകേന്ദ്രങ്ങളെ ചുറ്റി തൻ്റെ പ്രാണശക്തിയെ മുകളിലേക്കും താഴേക്കും കറങ്ങുവാൻ ക്രിയായോഗി മാർഗനിർദ്ദേശം ചെയ്യുന്നു. മനുഷ്യനിലെ സംവേദനക്ഷമമായ സുഷുമ്നയ്ക്ക് ചുറ്റുമായി ഊർജത്തിൻ്റെ അരമിനിറ്റ് നേരത്തെ കറക്കം അയാളുടെ പരിണാമത്തിൽ സൂക്ഷ്മമായ പുരോഗതി ഉളവാക്കുന്നു. ആ അരമിനിറ്റിലെ ക്രിയ 1 വർഷത്തെ സ്വാഭാവികമായ ആത്മീയ വികാസത്തിന് തുല്യമാണ്. സർവജ്ഞമായ ആത്മീയ നേത്രമെന്ന സൂര്യനു ചുറ്റുമായി 6 ധ്രുവീകരണത്താൽ 12 ആന്തരിക നക്ഷത്ര സമൂഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സൂക്ഷ്മ ശരീര സംവിധാനത്തിന് ഇന്ദ്രിയഗോചരമായ സൂര്യനും 12 രാശിചക്രങ്ങളുമായി ബന്ധമുണ്ട്. എല്ലാ മനുഷ്യരിലും അതുകൊണ്ട് ഒരു ആന്തരികവും ഒരു ബാഹ്യവുമായ പ്രപഞ്ചം പ്രഭാവം ചെലുത്തുന്നു. മനുഷ്യൻ്റെ ലൗകികവും സ്വർഗീയവുമായ പരിസ്ഥിതികൾ 12 വർഷമുള്ള ചക്രങ്ങളുടെ പരമ്പരകളിൽ അവൻ്റെ സ്വാഭാവിക പാതയിൽ അവനെ മുന്നോട്ട് തള്ളിവിടുന്നുവെന്ന് പ്രാചീന ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചു. പരമാത്മബോധം കൈക്കൊള്ളുവാൻ തക്കവണ്ണം മനുഷ്യ മസ്തിഷ്കത്തെ ഉത്തമമാക്കി തീർക്കാൻ സാധാരണവും അരോഗതവുമായ ദശലക്ഷം വർഷങ്ങളുടെ പരിണാമം ആവശ്യമാണെന്ന് വേദശാസ്ത്രഗ്രന്ഥങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. 8.5 മണിക്കൂറിൽ അനുഷ്ഠിക്കുന്ന 1000 ക്രിയകൾ ഒരു യോഗിക്ക് ഒരു ദിവസം കൊണ്ട് 1000 സംവത്സരത്തിന് തുല്യമായ സ്വാഭാവിക പരിണാമം നൽകുന്നു. ഒരു വർഷത്തിൽ 3,65,000 വർഷങ്ങളുടെ പരിണാമം. അങ്ങനെ ഒരു ക്രിയായോഗിക്ക് 3 കൊല്ലത്തെ ബുദ്ധിപൂർവമായ സ്വപ്രയത്നത്തിൽ കൂടി പ്രകൃതി 1 ദശലക്ഷം വർഷത്തിൽ നൽകുന്നത്ര ഫലം നേടിയെടുക്കാൻ കഴിയുന്നു. അഗാധമായ പുരോഗതി നേടിയ യോഗികൾക്ക് മാത്രമേ ഈ ക്രിയായോഗത്തിൻ്റെ കുറുക്കുവഴി എടുക്കാനാകൂവെന്ന് തീർച്ചയാണ്. തീവ്രമായ അനുഷ്ഠാനത്താൽ ഉദ്ഭൂതമാകുന്ന ഊർജം താങ്ങാൻ തങ്ങളുടെ ശരീരത്തെയും മസ്തിഷ്കത്തെയും അത്തരം യോഗികൾ ഒരു ഗുരുവിൻ്റെ മാർഗദർശനത്തിൽ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയിട്ടുണ്ടാവും. ക്രിയയുടെ തുടക്കക്കാരൻ 14 മുതൽ 24 വരെ പ്രാവശ്യം മാത്രം ദിവസം 2 നേരം തൻ്റെ ഈ യോഗാഭ്യാസം ചെയ്യുന്നു. 6, 12, 24, 48 കൊല്ലത്തെ സപര്യ കൊണ്ട് നിരവധി യോഗികൾ മുക്തി പ്രാപിക്കുന്നു. പൂർണ്ണ സാക്ഷാത്കാരത്തിനു മുമ്പ് മരിക്കുന്ന ഒരു യോഗി അനുഷ്ഠിച്ചിടത്തോളമുള്ള തൻ്റെ ക്രിയയുടെ സത്കർമ്മം കൂടെ കൊണ്ടുപോകുന്നു. അയാളുടെ പുതിയ ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് സ്വാഭാവികമായും ആനയിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു 50 വാട്ടിൻ്റെ വിളക്ക് പോലെയാണ് ഒരു ശരാശരി മനുഷ്യൻ്റെ ശരീരം. ക്രിയയുടെ അമിതമായ അനുഷ്ഠാനം കൊണ്ട് ഉണർത്തപ്പെടുന്ന കോടാനുകോടി വാട്ടിൻ്റെ ശക്തി അതിന് താങ്ങാനാവില്ല. ക്രിയയുടെ ലളിതവും തെറ്റുപറ്റാത്തതുമായ ഉപായങ്ങളുടെ ക്രമേണയും ചിട്ടയായുമുള്ള ആചരണത്തിൻ്റെ വർധനവിൽ കൂടി മനുഷ്യശരീരം ദിവസം പ്രതി സൂക്ഷ്മതലത്തിൽ പരിവർത്തന വിധേയമാവുകയും ആത്യന്തികമായി പ്രപഞ്ച തേജസ്സിൻ്റെ അനന്തമായ ശേഷി പ്രകടിപ്പിക്കാൻ പാകമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് പരമാത്മാവിൻ്റെ ജഡഭൗതിക ക്രിയാത്മകതയുടെ പ്രാഥമിക പ്രകാശനം. വഴിപിഴച്ച എത്രയോ യോഗാധ്യാപന കുതുകികൾ പഠിപ്പിക്കുന്ന അശാസ്ത്രീയമായ ശ്വാസോച്ഛ്വാസ വ്യായാമവുമായി ക്രിയായോഗത്തിന് ഒരു ബന്ധവുമില്ല. ശ്വാസത്തെ ശ്വാസകോശങ്ങളിൽ ബലം പ്രയോഗിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ അസ്വാഭാവികവും തികച്ചും അസുഖകരവുമാണ്. എന്നാൽ ക്രിയാനുഷ്ഠാനത്തിലാകട്ടെ തുടക്കം മുതൽ ശാന്തിയുടെ അനുഭവവും സുഷുമ്നയിലുണ്ടാകുന്ന നവോന്മേഷത്തിൻ്റെ സുഖദമായ അനുഭൂതിയുമാണുള്ളത്. ഈ പുരാതന യോഗവിദ്യ ശ്വാസത്തെ ചിത്തവസ്തുവായി മാറ്റുന്നു. ആത്മീയ പുരോഗതി കൊണ്ട് ശ്വാസത്തെ മാനസിക സങ്കല്പമായി, മനസ്സിൻ്റെ ഒരു പ്രവൃത്തിയായി, ഒരു സ്വപ്നശ്വാസമായി യോഗിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസക്രമവും അവൻ്റെ ബോധാവസ്ഥകളുടെ മാറ്റവും തമ്മിലുള്ള ഗണിതപരമായ ബന്ധത്തിന് ധാരാളം ഉദാഹരണങ്ങൾ നൽകാനാവും. സങ്കീർണവും ബുദ്ധിപരവുമായ വാദപ്രതിവാദങ്ങളിൽ മുഴുകുന്നതിലോ സൂക്ഷ്മത ആവശ്യമുള്ളതോ പ്രയാസമേറിയതോ ആയ ശാരീരിക വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതിലോ
ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായും വളരെ സാവധാനം ശ്വസിക്കുന്നു. ശ്രദ്ധയുടെ ഏകാഗ്രത സാവധാനത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഝടിതിയിലുള്ളതോ ക്രമരഹിതമോ ആയ ശ്വാസോച്ഛ്വാസം ഭയം, കാമം, ക്രോധം മുതലായ ഹാനികരമായ മാനസികാവസ്ഥകളുടെ ഒഴിച്ചുകൂടാനാവാത്ത സഹചാരികളാണ്. മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 18 തവണ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ അസ്വസ്ഥനായ വാനരൻ 32 തവണ ശ്വസിക്കുന്നു. ആന, ആമ, പാമ്പ്, അതുപോലെ ശ്രദ്ധേയമായ ദീർഘായുസ്സുള്ള മറ്റു ജീവികൾ ഇവയ്ക്കെല്ലാം തന്നെ മനുഷ്യൻ്റേതിനേക്കാൾ കുറഞ്ഞ ഒരു ശ്വാസോച്ഛ്വാസക്രമമാണ് ഉള്ളത്. ഉദാഹരണമായി 300 വർഷം ജീവിച്ചിരിക്കുന്ന ഭീമാകാരനായ ആമ ഒരു മിനിറ്റിൽ 4 പ്രാവശ്യമേ ശ്വസിക്കുന്നുള്ളൂ. ശരീരത്തെയും ശ്വാസോച്ഛ്വാസത്തെയും പറ്റിയുള്ള മനുഷ്യൻ്റെ അല്പസമയത്തേക്കുള്ള ബോധമില്ലായ്മയാണ് ഉറക്കത്തിൽ നിന്ന് ലഭിക്കുന്ന ഉന്മേഷത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും കാരണം. ഉറങ്ങുന്ന മനുഷ്യൻ ഒരു യോഗിയായിത്തീരുന്നു. ഓരോ രാത്രിയും അയാൾ ശരീര താദാത്മ്യത്തിൽ നിന്നും തന്നെ വിമോചിപ്പിക്കുകയും എന്നിട്ട് പ്രധാന മസ്തിഷ്ക മണ്ഡലത്തിലെയും സുഷുമ്നയിലെ 6 ഊർജ്ജദായക കേന്ദ്രങ്ങളിലെയും രോഗവിമോചക പ്രവാഹങ്ങളുമായി പ്രാണനെ ലയിപ്പിക്കുകയും ചെയ്യുന്ന യോഗാനുഷ്ഠാനം ബോധപൂർവമല്ലാതെ ചെയ്യുന്നു. അപ്രകാരം എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്ന പ്രപഞ്ച ഊർജത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഉറങ്ങുന്നയാൾ ശക്തി പുനർസംഭരിക്കുന്നു. ഒരു യോഗി സ്വേച്ഛയാൽ ലളിതമായ ഒരു നൈസർഗിക പ്രക്രിയ ബോധപൂർവം അനുഷ്ഠിക്കുന്നു. എന്നാൽ മന്ദഗതിയായ ഉറക്കക്കാരൻ ഇത് അബോധാവസ്ഥയിൽ ചെയ്യുന്നു. തൻ്റെ ശരീരകോശങ്ങളെ അക്ഷയ ജ്യോതിസ്സുകൊണ്ട് പൂരിതമാക്കാനും പരിപോഷിപ്പിക്കാനും അപ്രകാരം അവയെ ആത്മീയമായി കാന്തവൽക്കരിച്ച സ്ഥിതിയിൽ നിലനിർത്താനും ക്രിയായോഗി തൻ്റെ യോഗാനുഷ്ഠാനം പ്രയോജനപ്പെടുത്തുന്നു. ശാസ്ത്രീയമായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രക്രിയ തനിക്ക് അനാവശ്യമാക്കുന്നു. കൂടാതെ തൻ്റെ ക്രിയായോഗ സാധനയുടെ വേളയിൽ ഉറക്കം, അബോധാവസ്ഥ, മരണം എന്നീ നിഷേധാത്മക അവസ്ഥകളിൽ കടക്കുന്നുമില്ല. മായയ്ക്ക് അഥവാ പ്രകൃതി നിയമത്തിന് അധീനരായവരിൽ പ്രാണശക്തിയുടെ പ്രവാഹം ബാഹ്യലോകത്തേക്കാണ്. ആ പ്രവാഹങ്ങൾ ഇന്ദ്രിയങ്ങളിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ട് നഷ്ടമാകുന്നു. ക്രിയാനുഷ്ഠാനം ഈ പ്രവാഹത്തെ നേരെ തിരിച്ചാക്കുന്നു. പ്രാണശക്തി ആന്തരിക പ്രപഞ്ചത്തിലേക്ക് മനസ്സുകൊണ്ട് നയിക്കപ്പെടുകയും അത് സൂക്ഷ്മമായ സുഷുമ്നോർജ്ജങ്ങളുമായി വീണ്ടും ഒന്നിച്ചു ചേർക്കപ്പെടുകയും ചെയ്യുന്നു. ജീവശക്തിയുടെ ഇപ്രകാരമുള്ള പുനഃപ്രബലനം കൊണ്ട് യോഗിയുടെ ശരീരവും മസ്തിഷ്കകോശങ്ങളും ഒരു ആത്മീയ സിദ്ധൌഷധത്താൽ നവീകരിക്കപ്പെടുന്നു. പ്രകൃതിയും അവളുടെ ദൈവിക പദ്ധതിയും മാത്രം കൊണ്ട് നയിക്കപ്പെടുന്ന മനുഷ്യർ ശരിയായ ആഹാരം, സൂര്യപ്രകാശം, ഏകതയുടെ സമഞ്ജസ ചിന്തകൾ എന്നിവയിൽ കൂടി 1,00,000 വർഷം കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടും. മസ്തിഷ്ക ഘടനയുടെ അല്പമാത്രമായ സംസ്കരണത്തിനു പോലും 12 വർഷത്തെ ആരോഗ്യകരമായ സാധാരണ ജീവിതം ആവശ്യമാണ്. മസ്തിഷ്ക വസതിയെ പരമാത്മബോധം പ്രകടിപ്പിക്കാൻ തക്കവിധം വിമലീകരിക്കുന്നതിന് 10,00,000 വർഷം സൂര്യൻ ഉദിച്ച് അസ്തമിക്കണം. നേരെ മറിച്ച് ഒരു ക്രിയായോഗി ഈ ആത്മീയ ശാസ്ത്രത്തിൻ്റെ പ്രയോജനത്താൽ പ്രകൃതി നിയമങ്ങളെ നീണ്ടകാലം ശ്രദ്ധാപൂർവം ആചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ നിന്ന് സ്വയം രക്ഷപ്പെടുത്തുന്നു. ആത്മാവിനെ ശരീരവുമായി ബന്ധിപ്പിക്കുന്ന ശ്വാസമെന്ന പാശം അഴിച്ചുകളഞ്ഞ് ആയുസ്സ് ദീർഘിപ്പിക്കുന്നതിനും ബോധത്തെ അനന്തതയിലേക്ക് വികസിപ്പിക്കുന്നതിനും ക്രിയ ഉപകരിക്കുന്നു. മനസ്സും ജഡവസ്തുക്കളിൽ കുരുങ്ങിക്കിടക്കുന്ന ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വടംവലിയെ ഈ യോഗവിദ്യ കീഴടക്കുകയും തൻ്റെ ശാശ്വത സാമ്രാജ്യ പൈതൃകത്തെ വീണ്ടെടുക്കാൻ സാധകനെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. തൻ്റെ യഥാർത്ഥ സത്ത ശരീരത്തിൻ്റെ ചട്ടക്കൂടാലോ ശ്വാസത്താലോ ബദ്ധമല്ലെന്ന് അവൻ അപ്പോൾ മനസ്സിലാക്കുന്നു. വായുവിനോടുള്ള മർത്യൻ്റെ അടിമത്തത്തിൻ്റെയും പ്രകൃതി ശക്തികളോടുള്ള ഒഴിയാനാവാത്ത ബാധ്യതകളുടെയും പ്രതീകമാണ് ശ്വാസം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും യജമാനനായി തീർന്ന ഒരു ക്രിയായോഗി തൻ്റെ ആത്യന്തിക ശത്രുവായ മരണത്തിനുമേൽ
അന്തിമ വിജയം നേടുന്നു. അങ്ങനെ നീ മനുഷ്യനെ ആഹരിക്കുന്ന മരണത്തെ ആഹരിക്കുന്നു. ഒരിക്കൽ മരണം മരിച്ചാൽ പിന്നെ മരണം എന്നൊന്നില്ല. ആത്മാവലോകനം അഥവാ മൗനമായിരിക്കുക കൊണ്ട് പ്രാണനാൽ പരസ്പരം ബദ്ധമായ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബലമായി പിടിച്ച് അകറ്റാൻ ശ്രമിക്കുന്നത് അശാസ്ത്രീയമായ ഒരു മാർഗമാണ്. ഈശ്വരനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന മനനശീലമുള്ള മനസ്സിനെ പ്രാണശക്തി ഇന്ദ്രിയങ്ങളിലേക്ക് തിരിച്ച് വലിച്ചിഴച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാണനിൽ കൂടി മനസ്സിനെ നേരിട്ടു നിയന്ത്രിക്കുന്ന ക്രിയ ആണ് അനന്തതയിലേക്കുള്ള ഏറ്റവും സുഗമവും ഫലപ്രദവും ശാസ്ത്രീയവുമായ സമീപനമാർഗം. മതസിദ്ധാന്തങ്ങളുടെ മന്ദവും അനിശ്ചിതവുമായ കാളവണ്ടി യാത്രയോട് തട്ടിച്ചു നോക്കുമ്പോൾ ക്രിയായോഗത്തെ വിമാനമാർഗമെന്ന് ന്യായമായും വിളിക്കാം. യോഗശാസ്ത്രം ആധാരമാക്കുന്നത് ഏകാഗ്രതയുടെയും എല്ലാത്തരം ധ്യാനാനുഷ്ഠാനങ്ങളുടെയും അനുഭവസിദ്ധിയാണ്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളായ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പ്രാണശക്തിയെ ഇച്ഛാനുസരണം അയക്കാനോ അയക്കാതിരിക്കാനോ ഒരു സാധകനെ യോഗാഭ്യാസം പ്രാപ്തനാക്കുന്നു. ഇന്ദ്രിയ വിച്ഛേദന ശക്തി ലഭിച്ച യോഗിക്ക് സ്വന്തം മനസ്സിനെ ഇച്ഛാനുസരണം ദൈവിക തലങ്ങളുമായോ ജഡവസ്തുക്കളുടെ ലോകവുമായോ ഏകീകരിക്കുവാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. അച്ചടക്കരഹിതമായ ഇന്ദ്രിയ അനുഭവങ്ങളുടെയും അസ്വസ്ഥ ചിന്തകളുടെയും ലൗകിക തലങ്ങളിലേക്ക് ഇനി ഒരിക്കലും അയാൾ സ്വന്തം ഇഷ്ടത്തിനെതിരായി പ്രാണനാൽ പിന്നാക്കം വലിച്ചഴയ്ക്കപ്പെടുന്നില്ല. ഭൂതകാല കർമ്മഫലങ്ങളല്ല, മറിച്ച് ആത്മാവിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ് പുരോഗതി പ്രാപിച്ച ഒരു ക്രിയായോഗിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഗരുഡഹൃദയരായ യോഗികൾക്ക് ക്ലിഷ്ടവും അതീവ മന്ദവുമായി തോന്നുന്ന സാധാരണ ജീവിതത്തിലെ അഹംബുദ്ധിയുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികളുടെ കാലവിളംബിയായ പരിണാമത്തിൻ്റെ പരിശാസകരെ സാധകൻ അപ്രകാരം ഒഴിവാക്കുന്നു. ശ്രേഷ്ഠമായ ആത്മീയ ജീവിതം ഒരു യോഗിയെ സ്വതന്ത്രനാക്കുന്നു. അഹംബോധത്തിൻ്റെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം സർവസന്നിധിയുടെ ഗാഠമായ വായു രുചിക്കുന്നു. പ്രകൃത്യാലുള്ള ജീവിതത്തിൻ്റെ അടിമത്വം നേരെ മറിച്ച് ലജ്ജാകരമായ മന്ദഗതിയിലാണ് പോകുക. തൻ്റെ ജീവിതത്തെ പരിണാമത്തിൻ്റെ ചിട്ടയ്ക്കൊന്നിച്ചു മാത്രം കൊണ്ടുപോകുന്ന ഒരാൾക്ക് പ്രകൃതിയിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന ശീഘ്രത ഒരു അവകാശമായി നേടിയെടുക്കാൻ കഴിയുകയില്ല. തൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഭരിക്കുന്ന നിയമങ്ങൾക്ക് വീഴ്ച വരുത്താതെ ജീവിച്ചാലും ആത്യന്തിക മോചനത്തിന് അയാൾക്ക് 1,00,000 സംവത്സരങ്ങളിലെ വ്യാജവേഷമിട്ട ജന്മങ്ങൾ വേണ്ടിവരും. അതിനാൽ ആത്മീയ വ്യക്തിത്വത്തിനു വേണ്ടി ഭൗതികവും മാനസികവുമായ വ്യക്തിബോധങ്ങൾ സ്വയം വെടിഞ്ഞ യോഗിയുടെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ സുദീർഘമായ കാലാവധി ചുരുക്കിത്തരുന്ന ഈ യോഗവിദ്യ 1,00,000 വർഷം എന്ന കാലയളവിനെ അരോചകമായി കാണുന്നവർക്കു വേണ്ടി ശുപാർശ ചെയ്യുന്നു. സ്വന്തം ആത്മാവ് പോകട്ടെ, പ്രകൃതിയുമായി പോലും ഇണങ്ങി ജീവിക്കാത്ത സാധാരണ മനുഷ്യന് ഈ കാലപരിധി വീണ്ടും ദീർഘിക്കുന്നു. അങ്ങനെയുള്ളവർ പകരം പ്രകൃതിവിരുദ്ധമായ സങ്കീർണതകൾക്ക് പിമ്പെ പായുകയും തൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും പ്രകൃതിയുടെ വിവേകബുദ്ധിയെ ധിക്കരിക്കുകയും ചെയ്യുന്നു. അത്തരക്കാരന് 10,00,000 സംവത്സരങ്ങളുടെ ഇരട്ടി പോലും മുക്തിക്കു വേണ്ടി മതിയാവുകയില്ല. മസ്തിഷ്കമെന്ന സിംഹാസനത്തിലിരിക്കുന്ന ആത്മാവെന്ന ചക്രവർത്തി സുഷുമ്നയിലെ 6 കേന്ദ്രങ്ങളിലെ ബോധമണ്ഡലങ്ങളിലെ രാജപ്രതിനിധികളുമായി ഭരിക്കുന്ന ഒരു സാമ്രാജ്യമാണ് തൻ്റെ ശരീരമെന്ന് അജ്ഞനായ മനുഷ്യൻ ഒന്നുകിൽ മനസ്സിലാക്കുന്നതേയില്ല, അല്ലെങ്കിൽ തീരെ അപൂർവമായി മാത്രം മനസ്സിലാക്കുന്നു. ശരീരത്തിൻ്റെ വളർച്ച, പരിണാമം, വിനാശം മുതലായ എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുവാനുള്ള സുനിശ്ചിതവും സ്വയം പ്രേരിതമെന്ന് തോന്നുന്നതുമായ 27,000 ശതകോടി കോശങ്ങളും ബുദ്ധിവൈഭവം കൈമുതലായുള്ള മനുഷ്യബോധത്തിൻ്റെ അടിത്തട്ടിലെ 5 കോടി ചിന്തകൾ, വികാരങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ബോധത്തിൻ്റെ വ്യതിയാനങ്ങൾ എന്നീ അനുസരണയുള്ള പരകോടി പ്രജകളുടെ മേൽ ഈ ദൈവവാഴ്ച വ്യാപിച്ചിരിക്കുന്നു. ഇത് ശരാശരി 60 വയസ്സുള്ള ജീവിതകാലത്തിൻ്റെ കണക്കാണ്. രോഗത്തിൻ്റെയോ മതിഭ്രമത്തിൻ്റെയോ രൂപത്തിൽ മനുഷ്യശരീരത്തിൽ ആത്മാവ് എന്ന ചക്രവർത്തിക്കെതിരെ ഉയരുന്ന കലാപങ്ങൾ എളിയ പ്രജകളുടെ കൂറില്ലായ്മ കാരണമുള്ളവയല്ല, മറിച്ച്
ആത്മാവോടൊപ്പം മനുഷ്യന് അഴിവില്ലാത്ത വിധം വരദാനം ലഭിച്ച സ്വത്വം അഥവാ ഇച്ഛാശക്തിയുടെ കഴിഞ്ഞ കാലത്തെയോ ഇപ്പോഴത്തെയോ ദുരുപയോഗത്തിൽ നിന്നാണ് അവ ഉളവാകുന്നത്. കഴമ്പില്ലാത്ത തൻ്റെ അഹംബുദ്ധിയുമായി സ്വയം താദാത്മ്യം പുലർത്തിക്കൊണ്ട് താനാണ് ചിന്തിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അനുഭവിക്കുന്നത്, ആഹാരം ദഹിപ്പിക്കുന്നത്, സ്വന്തം ജീവൻ നിലനിർത്തുന്നത് എന്നെല്ലാം മനുഷ്യൻ ധരിച്ചു വശാകുന്നു. സാധാരണ ജീവിതത്തിൽ താൻ തൻ്റെ പൂർവകർമ്മങ്ങളുടെയും പ്രകൃതി അഥവാ പരിസ്ഥിതികളുടെയും ഒരു കളിപ്പാവയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് മനനം കൊണ്ട് ഇതൊരൽപ്പം മാത്രം മതിയാകും അവൻ അംഗീകരിക്കുന്നില്ല. ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിപരമായ പ്രതികരണങ്ങളും വികാരങ്ങളും ഭാവങ്ങളും ശീലങ്ങളും ഈ ജന്മത്തിലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂർവജന്മത്തിൽ സഞ്ചയിച്ച കാരണങ്ങളുടെ കാര്യങ്ങൾ, ഫലങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും ആവക സ്വാധീനങ്ങൾക്ക് ഉപരിയാണ് അവൻ്റെ അധിരാജനായ ആത്മാവ്. ക്ഷണിക സത്യങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും വെടിഞ്ഞ് ഇച്ഛാഭംഗങ്ങൾക്കെല്ലാം അതീതമായ വിലങ്ങുകളില്ലാത്ത തൻ്റെ ഉണ്മയിലേക്ക് ക്രിയായോഗി കടക്കുന്നു. മനുഷ്യൻ ചീഞ്ഞഴുകുന്ന ഒരു ശരീരമല്ല, സചേതനമായ ഒരു ആത്മാവാണെന്ന് ലോകത്തെ വിവിധ മതഗ്രന്ഥങ്ങൾ പ്രഖ്യാപിക്കുന്നു. വേദങ്ങളുടെ ഈ ദൃഢപ്രസ്താവം തെളിയിക്കുവാനുള്ള ഒരു മാർഗം ക്രിയായോഗത്തിൽ അവൻ കണ്ടെത്തുന്നു. ബാഹ്യമായ ധർമാനുഷ്ഠാനങ്ങൾക്ക് അജ്ഞാനത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല, കാരണം അവ പരസ്പര വിരുദ്ധമല്ല. ശ്രീശങ്കരൻ തൻ്റെ പ്രസിദ്ധമായ ശതശ്ലോകിയിൽ എഴുതി, സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമേ അജ്ഞാനത്തെ അകറ്റുന്നുള്ളൂ. അന്വേഷണത്തിൽ കൂടിയല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും ജ്ഞാനം ഉണ്ടാകുന്നില്ല. ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ സ്രഷ്ടാവ് ആരാണ്? ഇതിൻ്റെ ഉപാദാന കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ മാതിരി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ബുദ്ധിക്കാവില്ല. അതുകൊണ്ട് ഋഷീശ്വരന്മാർ ആത്മീയ അന്വേഷണത്തിൻ്റെ സങ്കേതമായി യോഗാഭ്യാസത്തെ വികസിപ്പിച്ചെടുത്തു. അങ്ങനെ തൻ്റെ ചിന്തകളെയും ഇച്ഛയെയും വികാരങ്ങളെയും ശാരീരിക വാഞ്ഛകളുടെ മിഥ്യാത്മബോധത്തിൽ നിന്ന് വിടർത്തി തൻ്റെ മനസ്സിനെ സുഷുമ്നയുടെ ശ്രീകോവിലുകളിലുള്ള അതിബോധശക്തികളുമായി സംയോജിപ്പിച്ച് ലോകത്തിൽ ഈശ്വരൻ വിഭാവനം ചെയ്ത രീതിയിൽ ഒരു യഥാർത്ഥ യോഗി ജീവിക്കുന്നു. അദ്ദേഹത്തെ പൂർവകാല വാസനകളോ വിവരക്കേടിൻ്റെ പുതിയ പ്രേരണകളോ ഉത്തേജിപ്പിക്കുന്നില്ല. തൻ്റെ പരമമായ അഭിവാഞ്ചയുടെ സാഫല്യം കൈവരിച്ച അദ്ദേഹം അക്ഷയമായ ആത്മീയ ആനന്ദത്തിൻ്റെ ആത്യന്തികമായ അഭയകേന്ദ്രത്തിൽ സുരക്ഷിതമായി എത്തിയിരിക്കുന്നു. യോഗാഭ്യാസത്തിൻ്റെ നിശ്ചിതവും വ്യവസ്ഥിതവുമായ ഗുണഫലത്തെ പരാമർശിച്ചുകൊണ്ട് ആ സാങ്കേതിക വിദ്യാവിശാരദനായ യോഗിയെ ശ്രീകൃഷ്ണൻ ഇനിപ്പറയുന്ന വാക്കുകളിൽ പുകഴ്ത്തുന്നു. ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന തപസ്സുകളെക്കാളും ജ്ഞാനത്തിൻ്റെയോ കർമ്മത്തിൻ്റെയോ പാത പിന്തുടരുന്ന സാധകരെക്കാളും യോഗി ശ്രേഷ്ഠനാണെന്ന് കരുതപ്പെടുന്നു. അല്ലയോ അർജുന, നീ യോഗിയായിത്തീരൂ. ക്രിയായോഗമാണ് ഭഗവത്ഗീതയിൽ കൂടെ ശ്ലാഘിച്ചു കാണുന്ന യഥാർത്ഥ അഗ്നിഹോത്രം. അതുല്യനായ ഈശ്വരന് സമർപ്പിച്ച അദ്വൈതമായ അഗ്നികുണ്ഡത്തിൽ തൻ്റെ മാനുഷിക വാഞ്ഛകളെ യോഗി ഹോമിക്കുന്നു. ഭൂതവർത്തമാന കാലങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവിക പ്രേമത്തിന് ഇന്ധനമായി തീരുന്ന ഇതുതന്നെയാണ് വാസ്തവത്തിലെ യോഗാഗ്നിഹോമം. ഈശ്വരനെന്ന ആത്യന്തിക ജ്വാല മാനുഷിക വിഭ്രാന്തി എന്ന ഹവിസ്സിനെ സ്വീകരിക്കുകയും മനുഷ്യനെ കന്മഷഹീനനാക്കുകയും ചെയ്യുന്നു. പ്രതീകാത്മകമായ അസ്ഥികളിൽ നിന്ന് സർവേച്ഛുവായ മാംസം അടർത്തിക്കളഞ്ഞ് അവൻ്റെ കർമ്മത്തിൻ്റെ അസ്ഥിപഞ്ജരത്തെ ജ്ഞാനസൂര്യനിൽ വിമലീകരിച്ച് ശുഭ്രമാക്കിക്കൊണ്ട് അവൻ ഒടുവിൽ മനുഷ്യൻ്റെയും സ്രഷ്ടാവിൻ്റെയും മുമ്പിൽ നിർദോഷിയായി വിശുദ്ധി ആർജിക്കുന്നു.